ഹലോ, ഫാഷൻ ആൻഡ് വെൽനെസ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ലാസ്റ്റ് വീക്ക് ഞങ്ങളൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പോയത് ഒരു ഉച്ച ടൈമിലാണ്. അപ്പോൾ ലഞ്ചിൻ്റെ ടൈമായിരുന്നു. അപ്പോൾ ഞങ്ങൾ റാവിസിലെ ടേസ്റ്റ് ഓഫ് ഇന്ത്യയിൽ കയറി ഒരു ലഞ്ചൊക്കെ പറഞ്ഞ് അവിടെ കുറച്ച് വെയിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല റഷ് ഉണ്ടായിരുന്നു. ഫ്രൈഡേ ആയതുകൊണ്ട് വീക്കെൻഡ് അല്ലേ, അപ്പം കിട്ടാൻ ഇച്ചിരി താമസിച്ചു ഫുഡൊക്കെ. അപ്പം ഞങ്ങൾ മീൽസാണ് പറഞ്ഞത്. അതിൻ്റെ കൂടെ ഒരു ഫിഷ് ഫ്രൈയും പറഞ്ഞു. ഞങ്ങളിവിടെ മത്തിയാണ് പറഞ്ഞത്. അപ്പോൾ ഇല വന്നു, പിന്നെ അച്ചാർ, നമ്മുടെ ചമ്മന്തി, പിന്നെ എന്താണ് നമ്മുടെ മെഴുക്ക് വരട്ടി, പിന്നെ ഒരു പുഴുക്ക് പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ കപ്പയും പിന്നെ കടലയും കൂടി ഇട്ടിട്ട് ഒരു കറി പോലെ, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അത്. പിന്നെ ചോറ്, ഒരു കുഞ്ഞു മീൽസായിരുന്നു കേട്ടോ. അഫോർഡബിൾ റേറ്റാണ് ഇവിടെ. അതുപോലെ ഫിഷ് ഫ്രൈ നമ്മൾ ഏതെടുത്താലും 10 dirhamsേ ഉള്ളൂ. ചോറ് വന്നു. ചോറിൻ്റെ കൂടെ ഒഴിക്കാനായിട്ട് മോരും രസമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ മീൻകറി ഉണ്ടായിരുന്നു, ഫിഷിൻ്റെ ഗ്രേവി. അപ്പോൾ അതാണ് ഞാൻ മേടിച്ചത്. അപ്പം അതൊക്കെ കൂട്ടി നല്ലൊരു മീൽസ് കഴിച്ചു. അത്യാവശ്യം നല്ല വിശന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ കഴിച്ച് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് നമ്മുടെ ഈവനിങ് സ്നാക്സ് ഒക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. നമ്മുടെ സുഹിയനും സമോസ അതുപോലെയുള്ള എല്ലാ സ്നാക്സും അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ചായക്കായിട്ടുള്ള പാലും കാര്യങ്ങളും എല്ലാം കൗണ്ടർ ടോപ്പിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പോയത് ഖുറാനിക് പാർക്കിലേക്കായിരുന്നു. നല്ല ഉച്ച സമയമായതുകൊണ്ട് നല്ല വെയിലുണ്ടായിരുന്നു. അപ്പം അവിടെ ഒരുപാട് കൾട്ടിവേഷനും കാര്യങ്ങളും ഒക്കെ കാണാനുണ്ട്. ഈ ഒരു ലിസ്റ്റിൽ കാണുന്ന എല്ലാം അവിടെ കാണാനുള്ള സ്ഥലങ്ങളാണ്. അപ്പം കുറച്ചുകൂടെ കഴിഞ്ഞ് കുറച്ചുകൂടെ ഒന്ന് ചൂടൊക്കെ മാറിയിട്ടുള്ള സമയത്ത് വന്നാൽ മതിയായിരുന്നു. നട്ടുച്ച സമയത്തായതുകൊണ്ട് ഭയങ്കര നല്ല വെയിലായിരുന്നു കേട്ടോ. അപ്പോൾ എന്നാലും കുഴപ്പമില്ല, നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു. അവിടെ നമുക്ക് നടക്കുമ്പോൾ തന്നെ ഫുള്ള് ഇങ്ങനെ കുറച്ച് ചെടികളും കാര്യങ്ങളും ഒക്കെ നട്ട് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട് അവർ. ഈ ചൂടത്തായാലും ഇതെല്ലാം നിൽക്കുന്നില്ലേ. അപ്പോൾ നമ്മൾ ആദ്യം കയറിയത് ഗ്ലാസ് ഹൗസിലേക്കാണ് നമ്മൾ ആദ്യമായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ 5 dirhamsൻ്റെ ടിക്കറ്റ് എടുക്കണം എന്ന് തോന്നുന്നു ഗ്ലാസ് ഹൗസിലേക്ക് എൻട്രി ചെയ്യണമെങ്കിൽ. അങ്ങനെ നമ്മൾ ടിക്കറ്റൊക്കെ കാണിച്ച് അതിൻ്റെ ഉള്ളിലേക്ക് എൻട്രി ചെയ്തു. ഇതിനുള്ളിൽ ഒരുപാട് പ്ലാന്റ്സും കാര്യങ്ങളും ഒക്കെ അവർ വെച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ ഒലിവ് ട്രീ, അതുപോലെ പൊംഗ്രാനൈറ്റ്, ഗ്രേപ്സ്, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഓരോ പ്ലാന്റ്സിൻ്റെയും യൂസസും അതുപോലെ നമ്മുടെ ഹ്യൂമൻ ഫീച്ചേഴ്സുമായിട്ട് അതിൽ എന്തൊക്കെ ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ടെന്നും കാര്യങ്ങളും എല്ലാം അവർ നല്ല ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഇതുപോലെ നമുക്കിങ്ങനെ ഒരാൾ വന്നിട്ട് ഞങ്ങൾക്കിങ്ങനെ എക്സ്പ്ലെയിൻ ഒക്കെ ചെയ്ത് നമ്മുടെ ബിഹേവിയറുമായിട്ട് ഓരോ പ്ലാന്റ്സിന് എന്തൊക്കെ സിമിലാരിറ്റീസ് ഉണ്ടെന്ന് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ ഗ്രേപ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, പക്ഷേ ഫ്രൂട്ടില്ല, പക്ഷെ അല്ലാതെ ഉണ്ട്. ഇവിടെ കോണുണ്ട്. കോണൊക്കെ എനിക്ക് തോന്നുന്നു അവർ അതിനകത്ത് വെച്ച് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്നതാണെന്ന് തോന്നുന്നു. അത് അല്ലാതെ അതിലിപ്പോൾ പിടിച്ചിട്ടുള്ള കോണൊന്നുമല്ല. പിന്നെ വാഴ വരെ ഉണ്ടായിരുന്നു. വാഴയിൽ പഴമൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്, പക്ഷെ പഴമൊന്നും ഒറിജിനലല്ല. പിന്നെ എന്താണ് നമ്മുടെ ഗാർലിക് ഉണ്ടായിരുന്നു, അതുപോലെ ലീക്ക്, ഒരുപാട് ഫ്രൂട്ട്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. ഈ പോംഗ്രാനൈറ്റിലൊക്കെ ആണെങ്കിലും ഈ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വന്ന് നിൽപ്പുണ്ട്. ഇത് ഗാർലിക്കാണ് കേട്ടോ. ഗാർലിക്കിൻ്റെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറബിക്കിലും ഇംഗ്ലീഷിലും ഒക്കെ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അവർ. ഇതാണ് ലീക്ക് ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പം അതും അതിൻ്റെ എല്ലാം ഡീറ്റെയിൽസ് ഉണ്ട്. പിന്നെ എന്താണ്, പിന്നെ പംകിനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പംകിനൊക്കെ അവിടെ കിടപ്പുണ്ട്. പിന്നെ ഇതാണ് നമ്മൾ പറഞ്ഞ പോംഗ്രാനൈറ്റിനകത്ത് ഫ്ലവേഴ്സൊക്കെ വന്ന് നിൽപ്പുണ്ട്. പക്ഷേ അതിനകത്ത് ഫ്രൂട്ട്സ് അവർ സ്റ്റിക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ്, ഒറിജിനലല്ല. പിന്നെ എന്താണ്, അതിനുശേഷം നമ്മൾ അവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. ഇതുപോലെ നമ്മുടെ സാഫ്രൻ ഉണ്ട്, പക്ഷേ സാഫ്രനൊക്കെ കരിഞ്ഞ് നിൽപ്പുണ്ട്. പിന്നെ അതിനുശേഷം ഒരു ബ്രിഡ്ജ് ഉണ്ട് അവിടെ. ആ ബ്രിഡ്ജിലൂടെ നടന്ന് നമുക്ക് ഫുള്ള് കംപ്ലീറ്റ് വ്യൂ നമുക്ക് കാണാൻ പറ്റും. പുറത്തേക്കുള്ള പാർക്കിൻ്റെ വ്യൂ എല്ലാം നമുക്കിതിലൂടെ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ഒലിവ് ട്രീ കേട്ടോ. ഇതിനകത്ത് ഒലിവൊന്നുമില്ല, പക്ഷെ പുറത്ത് പാർക്കിൻ്റെ ഉള്ളിലുണ്ടല്ലോ ഒലിവിനകത്ത് ഫ്രൂട്ട്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പം ഇതിന് മുകളിൽ നിന്ന് ഇതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു പ്രത്യേക വൈബും കാര്യങ്ങളും ഉണ്ട് കേട്ടോ. അപ്പം സ്ട്രെസ് ചെയ്യുന്നൊരു റിലീവൊക്കെ വേണമെന്നുള്ളവർക്ക് വന്ന് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഇവിടെ അധികം എന്താണ് ടിക്കറ്റ് ഫീയും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പം റിലാക്സേഷന് വേണ്ടിയിട്ട് വരാൻ നല്ലൊരു ബെറ്റർ പ്ലേസാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ എന്നിട്ട് നമ്മൾ അവിടെ എല്ലാം കണ്ടിട്ട് നമ്മുടെ ഇതിനകത്ത് കുറേ ഫൗണ്ടൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒരുപാട് കാണാനുണ്ട് കേട്ടോ ഇതിനകത്ത്. എന്നിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി. പുറത്തൊരു പാർക്ക് പോലെ ഉണ്ടായിരുന്നു. ആ പാർക്ക് ചെന്നെത്തുന്നത് മോസസ് ലേക്കിലേക്കാണ്. മോസസ് ലേക്ക് എന്ന് പറയുന്നത് കുറച്ച്
രണ്ട് സൈഡിൽ നിന്നും വെള്ളം വന്നിട്ട് ഒരാൾക്ക് നടന്ന് പോകാനുള്ളൊരു വേ മിഡിലിൽ കൂടി ഇങ്ങനെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ നടുക്കൂടി പോകുന്നൊരു ഫീലാണ് എൻ്റെ മിഡിലൂടെ നടക്കുമ്പോഴത്തേക്കും. പിന്നെ ഇവിടെ ഉള്ളത് നമ്മുടെ ഈ ഒരു കേവാണ്, കേവ് ഓഫ് മിറാക്കിൾസ് എന്ന് പറഞ്ഞിട്ട്. അവിടെ നമ്മുടെ ഖുറാനിൽ പറഞ്ഞ പോലെ പ്രോഫറ്റ് മുഹമ്മദിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നമ്മളൊരു പ്രസൻറ്റേഷൻ പോലെ അവർ നമ്മൾ കാണിച്ചു തരുന്നത്. അപ്പോൾ നല്ലൊരു ട്രിപ്പായിരുന്നു. അപ്പം ഇതിനകത്ത് ഇനിയും കാണാനുണ്ട്, പക്ഷെ ഞങ്ങൾക്കത് കവർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ബൈ ബൈ.